എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നത്തെ റെസിപ്പി മീൻ മുളകിട്ടത്. കൊടംപുളി ഇട്ടിട്ടാണ് ഇന്ന് മീൻകറി തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. കൊടംപുളിക്ക് പകരം നിങ്ങൾക്ക് മാങ്ങ ഇട്ടിട്ടും ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. മീൻ ഏതായാലും കുഴപ്പമില്ല, നമുക്കിതാ ഇതുപോലെ കറി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ കണ്ടു നോക്കിയിട്ട് തയ്യാറാക്കി നോക്കൂ കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. ഇതാ ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തി, പുട്ട് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ മലയാളികൾക്ക് പൊതുവേ ഇതുപോലുള്ള മീൻകറി കഴിക്കാൻ ഇഷ്ടം കപ്പയുടെ കൂടെയാണല്ലേ, അത് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഇതാ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നതെന്ന് വീഡിയോ എല്ലാവരും കണ്ടു നോക്കൂ. ഇതാ സ്റ്റവ് ഓൺ ചെയ്തിട്ട് മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. മൺചട്ടി ചൂടായി കഴിയുമ്പം അതിനകത്തേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ മീൻകറിയൊക്കെ തയ്യാറാക്കുമ്പം കുറച്ചധികം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താലാണ് ടേസ്റ്റ് കിട്ടുക. അതിലേക്ക് കുറച്ച് കടുകും അതുപോലെ തന്നെ കുറച്ച് ഉലുവയും ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ വീതമാണ് രണ്ടും ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു കഷ്ണം ഇഞ്ചി ഇതുപോലെ കനം കുറഞ്ഞ് നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 7-8 അല്ലി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, അതും കനം കുറഞ്ഞരിഞ്ഞെടുക്കുക. ഞാനൊരു 15 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് വട്ടത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി യോജിപ്പിച്ച് കൊടുക്കുക. മീൻകറി തയ്യാറാക്കി എടുക്കുമ്പം അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ചെറിയുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അത്യാവശ്യം നല്ലപോലെ തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി നല്ല പോലെ ഒന്ന് വഴറ്റി യോജിപ്പിച്ച് കൊടുക്കുക. ഈ സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണേ. വീഡിയോ കണ്ടു കഴിയുമ്പം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അതായത് ഇപ്പോൾ അത്യാവശ്യം നല്ല പോലെ നമ്മൾക്ക് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അത് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾക്ക് ഈ ഒരു മീൻകറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്രയും ചേർത്ത് കൊടുത്തത്. അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടിക്കും ഇപ്പോൾ കുറച്ച് എരിവൊക്കെ ഉണ്ട്, അതുകൊണ്ട് അത് നോക്കിയിട്ട് വേണം നമ്മൾ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി യോജിപ്പിച്ച് കൊടുക്കുക. ഈ ഒരു സമയത്ത് തീ നല്ല പോലെ കുറച്ച് വെച്ചിട്ട് പൊടി കരിഞ്ഞു പോകാതെ വേണം നമ്മൾക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. അതുപോലെ മുളക് പൊടിയും ചേർത്ത് കൊടുത്ത മഞ്ഞൾപ്പൊടിയും നല്ല പോലെ മൂത്ത് കിട്ടണം, എങ്കിലാണ് നമ്മുടെ കറിക്ക് യഥാർത്ഥ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഈ സമയത്ത് ഇതിനകത്തേക്ക് കൊടംപുളി, ഞാൻ കൊടംപുളി ഒരു 3-4 കഷ്ണം കൊടംപുളി കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളവും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എത്രയാണോ മീൻ എടുക്കുന്നത് അതനുസരിച്ച് കൊടംപുളിയുടെ അളവെടുക്കുക കേട്ടോ. ഇനി നമ്മൾക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിനെ ഒന്ന് ചെറുതായിട്ട് വറ്റിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് തീ ചെറുതായിട്ടൊന്ന് കുറച്ചിട്ടിട്ട് ഈ ഒരു രീതിയിൽ വേണം നമ്മൾ വറ്റിച്ചെടുക്കാനായിട്ട്. ആ ചേർത്ത് കൊടുത്ത കൊടംപുളി നമ്മുടെ ആ ഒരു ഉള്ളിയിലേക്കും ഒക്കെ നന്നായിട്ടൊന്ന് പിടിക്കണം. ഇനി നമ്മൾ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം, പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. മീനിൻ്റെ അളവനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. അതായത് ആ മീൻ വെന്ത് കിട്ടാൻ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഇനി നമ്മൾക്കിതൊന്ന് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. ഒരു 5 മിനിറ്റെങ്കിലും തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ തീ കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതൊരു 5 മിനിറ്റ് നല്ല പോലെ ഞാൻ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ആ ഒരു ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഒരു പാകത്തിന് കുറുകിയ ഒരു ഗ്രേവി കിട്ടിയിട്ടുമുണ്ട്. ഈ ഒരു രീതിയിലായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. ഇനി ഇതിനകത്തേക്ക് മീൻ, ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന മീൻ വരാല്, ബ്രാല് എന്നൊക്കെ പറയും, പല സ്ഥലത്തും പല പേരാണ്, അതാണ് എടുത്തിരിക്കുന്നത്. ഇനി ഏത് മീനിലും നമ്മൾക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അയിലയോ മത്തിയോ എന്തായാലും കുഴപ്പമില്ല. ഇനി നമ്മൾക്കിത് ചട്ടിയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. തീ സമയത്ത് നല്ല പോലെ കുറച്ച് വെച്ച് കൊടുക്കുക. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. മീൻകറി വെച്ചിട്ട് ഇനി ശരിയായിട്ടില്ല എന്ന് ആരും തന്നെ പറയില്ല. ഇതേ രീതിയിൽ തയ്യാറാക്കിയെടുത്താൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും മീൻകറിക്ക്. മീൻകറി എപ്പോഴും തയ്യാറാക്കി എടുക്കുമ്പം മീനിൻ്റെ മുകളിൽ വെള്ളം നിൽക്കത്തക്ക രീതിയിൽ കൊടുക്കുക. ഒരുപാട് വെള്ളം കൊടുക്കരുത്, കാരണം മീനൊക്കെ നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ വെന്ത് കിട്ടും. പ്രത്യേകിച്ച് മീൻ മുളകിട്ടത് വയ്ക്കുമ്പം നല്ലോണം പറ്റിച്ചാണ് നമ്മൾ എടുക്കാറുള്ളത് അല്ലേ. ഇനി തവിയിട്ടൊന്നും ഒരുപാട് കുത്തി ഇളക്കരുത്. കുറച്ച് കറിവേപ്പില ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. തീ ഇനി കൂട്ടി ഒട്ടും വയ്ക്കരുത് കേട്ടോ. തീ നല്ല പോലെ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇനി മീൻ വെന്ത് കിട്ടുന്ന ആ ഒരു സമയം മാത്രം മതി. അപ്പോൾ ഞാൻ ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ മീനിനും ചില വേവ് വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഒരു 7-8 മിനിറ്റിനുള്ളിൽ നമുക്ക് നല്ല പോലെ മീൻ വെന്ത് കിട്ടും.
ഇതപ്പോൾ മീനൊക്കെ കറക്റ്റ് വെന്ത് പാകമായി കിട്ടിയിട്ടുണ്ട്. ഇതാ ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഞാൻ നല്ല പോലെ ഇതൊന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. തവിയും സ്പൂണും ഇട്ടിട്ടൊന്നും ഇളക്കരുത്. മിക്കവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ കുക്കിംഗ് പഠിച്ചു വരുന്ന കുട്ടികൾക്കൊന്നും അതത്ര അറിയുണ്ടാവില്ല. അങ്ങനെ സ്പൂണോ തവിയോ ഒക്കെ ഇട്ടിട്ട് ഇളക്കി കഴിഞ്ഞാൽ മീൻ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അപ്പോൾ ഇതാ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കൂ. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മൺചട്ടി ആയതുകൊണ്ടാണ് വീണ്ടും തിളച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നല്ല ഈ മീൻകറിയുടെ ടേസ്റ്റ് അറിയാൻ പറ്റുക, നെക്സ്റ്റ് ഡേയിലാണ്. അപ്പോൾ തയ്യാറാക്കി നോക്കൂ. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും ആരും മറന്നു പോവല്ലേ. മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക്